ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2086. ഇന്ന് സെപ്റ്റംബർ മാസം 16-ാം തീയതി 259-ാമത്തെ ദിവസത്തിലെത്തി. നമ്മളൊക്കെ വളരെ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ വിചാരിതമായ അവിചാരിതമായ നഷ്ടങ്ങളിലൊക്കെ വല്ലാതെ ഉലഞ്ഞു പോവുകയും തകർന്നു പോവുകയും ചെയ്തേക്കാം. വളരെ അപൂർവം ചില മനുഷ്യരാവട്ടെ തങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളിൽ നിന്ന് വീണ്ടും തളിർക്കുകയും ചെയ്യും. തകരുന്നവർ വ്യാകുലപ്പെടുന്നുണ്ട് നന്നായിട്ട്. നഷ്ടത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും തിരിച്ചു പിടിക്കാനാകാത്ത പഴയ അവസ്ഥയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഓർത്തായിരിക്കും. സ്വാഭാവികമാണ് കേട്ടോ. എന്നാൽ അപൂർവം ചിലർ ഇതിൽ നിന്ന് തളിർക്കുന്നുണ്ട്. ഒന്നും കൂടി ഊർജം കണ്ടെത്തി വളരാനായിട്ട് തുടങ്ങുന്നുണ്ട്. തളിർക്കുന്നവർ ചിന്തിക്കുന്നത് ഈ താൽക്കാലിക വിഷമത്തെയും വേദനയും എങ്ങനെ മറികടക്കാമെന്നാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, തുല്യ മൂല്യമുള്ളതോ അതിനേക്കാൾ കുറച്ചും കൂടി മികച്ചതോ ആയ മറ്റൊന്നിനെ എങ്ങനെ സ്വന്തമാക്കാനായിട്ട് പറ്റുമെന്നും അവർ വിചാരിച്ചു തുടങ്ങുന്നു. എല്ലാവരും ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്. ഭാവനയിൽ എല്ലാം ഒന്നുകൂടി കണ്ടെത്താനും എല്ലാ കാര്യങ്ങളെയും വിശദമായി വിശകലനം ചെയ്യാനും ഒക്കെ പ്രാപ്തിയുള്ളവരാണ്. പക്ഷെ നമ്മൾ തകർച്ചയില് നഷ്ടങ്ങളിലുമൊക്കെ അതിനെ മറികടക്കാനായിട്ട് ഏതു വിധത്തിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിലാപ കാവ്യങ്ങൾക്കിടയിൽ നിന്ന് ഒരിക്കലും ഒരു വിജയത്തിന്റെ ശബ്ദം ഉയരുന്നില്ല. ഓരോ നഷ്ടത്തിന്റെ പിന്നിലും ശരിക്കും എന്താ ഉള്ളേ? അപക്വമായ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാവും, ഒരു സംശയമില്ല. ജീവിതത്തിന്റെ ഓരോ തളർച്ചയുടെയും തകർച്ചയുടെയും പിന്നിൽ അവനവൻ്റെതായ അപക്വമായ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ഉണ്ടാവും. അവയെ കണ്ടെത്താനും ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം, അതല്ലേ ശരിക്കും മനുഷ്യൻ കുറെ കൂടി ഗൗരവത്തിൽ ഏറ്റെടുക്കേണ്ടത്. മാത്രമല്ല, സംഭവിച്ച നഷ്ടത്തിന് പകരമോ പരിഹാരമോ കണ്ടെത്താനുള്ള ആലോചനയും മറുവശത്തുണ്ടാവണ്ടേ. സംഭവിച്ച നഷ്ടങ്ങൾക്ക് പകരത്തെക്കുറിച്ച് ചിന്തിക്കണം, സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരത്തെക്കുറിച്ചും ചിന്തിക്കണം. ക്രിസ്തുയേശു ഭൂമിക്ക് കൈമാറിയ പ്രത്യാശയുടെ ആത്മബലം ഇതുതന്നെയാണ്. ഇതിന് നമ്മളെ പ്രാപ്തരാക്കുന്നു ക്രിസ്തുയേശുവിന്റെ പ്രത്യാശ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.